ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നല്ല പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ ഹെൽപ്പ് ചെയ്ത സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയറ്റുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വേദപുസ്തകത്തിൽ ആദ്യം ചോദ്യം ചോദിച്ചതാരെ എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഉത്തരം പാമ്പ് എന്നാണ്. മനുഷ്യ ചരിത്രത്തിൽ ആദ്യം കള്ളം പറഞ്ഞ വ്യക്തി ഹൗവയാണ് ആദ്യം കള്ളം പറഞ്ഞത്. വൃക്ഷഫലത്തിന് സ്ത്രീ കണ്ടെത്തിയ പ്രത്യേകത എന്ത്? തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും. ഫലം ഭക്ഷിച്ചപ്പോൾ ആരുടെ കണ്ണാണ് തുറന്നത്? ഹൗവയുടെ കണ്ണ്. ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനുണ്ടായ അറിവ് എന്താണ്? നഗ്നരെന്ന് അറിഞ്ഞു. അടുത്ത ചോദ്യം, ആദം ഹൗവ എന്തുപയോഗിച്ചാണ് അരയാട ഉണ്ടാക്കിയത്? അത്തിയില ഉപയോഗിച്ചാണ്. യഹോവ തോട്ടത്തിൽ വന്നത് എപ്പോൾ? വെയിൽ ആറിയപ്പോൾ. അടുത്ത ചോദ്യം, യഹോവ തോട്ടത്തിൽ വന്നത് ആദാം ഹൗവ അറിഞ്ഞതെങ്ങനെ? തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു. ഭയപ്പെട്ടതായി ആദ്യം പറയുന്ന വ്യക്തി ആദാം. ഭയം കൊണ്ട് വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചതാരെ? ഹൗവ. നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? അത് ആരോട് പറഞ്ഞ ചോദ്യമായിരുന്നു എന്നാണ് ചോദ്യം. ദൈവം ആദാമിനോട് ചോദിച്ച ചോദ്യമാണ്. സ്ത്രീയെ വഞ്ചിച്ചതാരെ? സ്ത്രീയെ വഞ്ചിച്ചത് പാമ്പാണ്. പാമ്പിനെ ശപിച്ചതാരെ? ദൈവം. ഭൂമിയിൽ വെച്ച് ശപിക്കപ്പെട്ട ജന്തു പാമ്പ്. പൊടി തിന്നുന്ന ജന്തു പാമ്പ്. ഭൂമി ശപിക്കപ്പെട്ടത് ആര് നിമിത്തമാണ്? മനുഷ്യൻ നിമിത്തം. ശാപം മൂലം ഭൂമിയിൽ മുളച്ച സസ്യങ്ങൾ മുള്ളും പറക്കാരയും. ജീവനുള്ളവർക്കെല്ലാം മാതാവ് ആര്? ഹൗവ. ആദാം തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത പേരെന്ത്? ഹൗവ. ആദ്യമായി തോൽ കൊണ്ട് ഉടുപ്പ് ഉണ്ടാക്കിയതാര്? ദൈവം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 1 മുതലുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് വായിക്കാനും ഉത്തരം എഴുതാനും ഒക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കത് കിടക്കാം. എന്തുകൊണ്ടാണ് ദൈവം ആദാമിനെയും ഹൗവയെയും തോട്ടത്തിന് പുറത്താക്കിയത്? എന്തുകൊണ്ടാണ് ദൈവം ആദാമിനെയും ഹൗവയെയും തോട്ടത്തിന് പുറത്താക്കിയത്? രണ്ടാമത്തെ ചോദ്യം, മനുഷ്യന് പകരം ഏദൻ തോട്ടത്തിൽ കാവൽ ആക്കിയതാര്? മനുഷ്യന് പകരം ഏദൻ തോട്ടത്തിൽ കാവൽ ആക്കിയത് ആര്? കാവൽക്കാരായ കെരൂബുകളുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? കാവൽക്കാരായ കെരൂബുകളുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? ആദ്യ മാതാപിതാക്കന്മാർ ആര്? ആദ്യ മാതാപിതാക്കന്മാർ ആര്? അടുത്ത ചോദ്യം, ആദാമിൻ്റെ ആദ്യ പുത്രൻ ആര്? ആദാമിൻ്റെ ആദ്യ പുത്രൻ ആര്? കയീൻ്റെ മാതാവ് ആര്? കയീൻ്റെ മാതാവ് ആര്? അടുത്ത ചോദ്യം, കയീൻ്റെ അനുജൻ ആര്? കയീൻ്റെ അനുജൻ ആര്? അടുത്ത ചോദ്യം, കയീൻ്റെ ജോലി എന്തായിരുന്നു? കയീൻ്റെ ജോലി എന്തായിരുന്നു?
അടുത്ത ചോദ്യം, ആദ്യത്തെ ആട്ടിടയൻ ആര്? ആദ്യത്തെ ആട്ടിടയൻ ആര്? യഹോവ ആരുടെ വഴിപാടിലാണ് പ്രസാദിച്ചത്? യഹോവ ആരുടെ വഴിപാടിലാണ് പ്രസാദിച്ചത്? അടുത്ത ചോദ്യം, ആദ്യം കോപിച്ചത് ആര്? അടുത്ത ചോദ്യം, ആദ്യം കോപിച്ചത് ആര്? അടുത്ത ചോദ്യം, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? ആരോട് പറഞ്ഞതാണിത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? ആരോട് പറഞ്ഞതാണ്? അടുത്ത ചോദ്യം, ആദ്യ മനുഷ്യനാണ് ആദാം, എന്നാൽ ആദ്യം മരിച്ച വ്യക്തി ആര്? ആദ്യ മനുഷ്യനാണ് ആദാം, എന്നാൽ ആദ്യം മരിച്ച വ്യക്തി ആര്? അടുത്തത്, ആദ്യത്തെ രക്തസാക്ഷി ആര്? ആദ്യത്തെ രക്തസാക്ഷി ആര്? അടുത്തത്, ഒന്നാമത്തെ കൊലപാതകി ആര്? ഒന്നാമത്തെ കൊലപാതകി ആര്? ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ? ആരോട് പറഞ്ഞു? ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ? ആരോട് പറഞ്ഞു? ആരുടെ രക്തമാണ് ഭൂമിയിൽ നിന്ന് യഹോവയോട് നിലവിളിച്ചത്? ആരുടെ രക്തമാണ് ഭൂമിയിൽ നിന്ന് യഹോവയോട് നിലവിളിച്ചത്? അടുത്ത ചോദ്യം, കയീൻ്റെ യാഗവസ്തു എവിടെ നിന്നാണ്? കയീൻ്റെ യാഗവസ്തു എവിടെ നിന്നാണ്? വേദപുസ്തകത്തിലെ ആദ്യ അടയാളം എന്ത്? വേദപുസ്തകത്തിലെ ആദ്യ അടയാളം എന്ത്? അടുത്ത ചോദ്യം, ദൈവം എന്തിനാണ് കയീന് അടയാളം നൽകിയത്? ദൈവം എന്തിനാണ് കയീന് അടയാളം നൽകിയത്? കയീൻ യഹോവയുടെ സന്നിധി വിട്ടു പോയി പാർത്ത ദേശം. കയീൻ യഹോവയുടെ സന്നിധി വിട്ടുപോയി പാർത്ത ദേശം. കയീൻ്റെ ആദ്യജാതൻ ആര്? കയീൻ്റെ ആദ്യജാതൻ ആര്? താൻ പണിത പട്ടണത്തിന് തൻ്റെ മകൻ്റെ പേരിട്ടതാര്? താൻ പണിത പട്ടണത്തിന് തൻ്റെ മകൻ്റെ പേരിട്ടതാര്? മനുഷ്യൻ പണിത ആദ്യ പട്ടണത്തിൻ്റെ പേര്. മനുഷ്യൻ പണിത ആദ്യ പട്ടണത്തിൻ്റെ പേര്. ആദ്യമായി ബഹുഭാര്യാത്വം സ്വീകരിച്ച വ്യക്തി. ആദ്യമായി ബഹുഭാര്യാത്വം സ്വീകരിച്ച വ്യക്തി. ലാമേക്കിൻ്റെ ഭാര്യമാർ ആരെല്ലാം? ലാമേക്കിൻ്റെ ഭാര്യമാർ ആരെല്ലാം? കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവാര്? കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവാര്? കിന്നരവും വേണുവും ഉപയോഗിക്കുന്നവരുടെ പേര്. കിന്നരവും വേണുവും ഉപയോഗിക്കുന്നവരുടെ പേര്. ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങൾ ആദ്യമായി നിർമ്മിച്ചവൻ ആര്? ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധങ്ങൾ ആദ്യമായി നിർമ്മിച്ചത് ആര്? എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും എന്ന് പറഞ്ഞതാര്?
എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും എന്ന് പറഞ്ഞതാര്? 30 ചോദ്യമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം അയയ്ക്കുക, സമ്മാനങ്ങൾ നേടുക. ഓക്കെ, ബൈ.